ശശി തരൂരിന്റെ വഴികളെല്ലാം ഇപ്പോൾ തെറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. എന്താണ് ഇത്രകാലം ചെയ്തത്, ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചാൽ ചിലപ്പോൾ ബബ്ബ അടി. ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുകയാണ് അദ്ദേഹം. കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് അർഹമായ പണം കിട്ടാത്തതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി തരൂർ ഇത് ഒരു ഫെഡറൽ സിസ്റ്റമാണെന്നും നമ്മുടെ അവകാശപ്രകാരം നമുക്ക് പണം പൂർണ്ണമായും ലഭിക്കണമെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. അതൊരു ന്യായമായ കാര്യമാണെങ്കിലും അതിനുവേണ്ടി മോദിയുടെയും അമിത്ഷായുടെയും കാല് പിടിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് അതിനെക്കുറിച്ച് ഞാൻ അധികം പഠിച്ചിട്ടില്ല എന്നതായിരുന്നു തരൂരിന്റെ മറുപടി. തരൂരിന്റെ ഇതുപോലുള്ള ചില ഉത്തരങ്ങളുമായി പൊരുത്തപ്പെടാൻ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹം തന്നെ ഇപ്പോൾ ഉണ്ടാക്കി തരികയാണ്. തിരുവനന്തപുരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ശബരിനാഥിന് വേണ്ടിയും UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും വോട്ട് പിടിക്കാൻ അദ്ദേഹം ഇറങ്ങിയിരുന്നു. അങ്ങനെ പ്രചാരണ ജേതാക്കൾ കാക്കം കൂട്ടുകയും ചെയ്തിരുന്നു. അതുപോലെ നമ്മൾ എല്ലാവരും ഭാരതീയ പൗരന്മാരാണെന്നും നമ്മൾ ഭാരതീയ ടാക്സ് കൊടുക്കുന്നുണ്ട്, ആ ടാക്സ് പണമല്ലേ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നത്, അതിന് അവകാശം നമ്മൾ എടുക്കണമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുകയും ചെയ്തു. എന്തായാലും തരൂർ തൊട്ടും തൊടാതെയും പല ഉത്തരങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതുകൊണ്ട് നമ്മൾ ഈ സംസ്ഥാനം നന്നാക്കാൻ, നമ്മുടെ സ്കൂളുകൾ നന്നാക്കാൻ, ഈ മഴ പെയ്യുമ്പോൾ വെള്ളം ക്ലാസ് റൂമിനകത്ത് കയറ്റാനുള്ള സ്ഥിതിയെ മാറ്റാൻ നമുക്ക് പണം എടുക്കായിരുന്നു എന്ന് എൻ്റെ അഭിപ്രായം. പക്ഷേ കേന്ദ്രം പണം തരാതിരിക്കുന്നതിലൊരു പ്രശ്നത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇതൊരു ഫെഡറൽ സിസ്റ്റമാണല്ലോ. കേന്ദ്രം നമ്മളുടെ അവകാശപ്രകാരം നമുക്ക് പൂർണ്ണമായി തരണം എന്നൊരു സംശയവുമില്ല. അത് ഓരോരോ കേസിൽ ഓരോരോ സ്ഥിതി എന്താണ്. ഞാൻ 1-2 തവണ നിർമ്മല സീതാരാമനെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കേരള സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ MP മാരോടൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിർമ്മല സീതാരാമനെ കണ്ട് ചോദിച്ചു. അവർ പറയുന്നത് ചില കാര്യത്തിൽ നമ്മുടെ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു അക്കൗണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെ പൂർണ്ണമായി ചിലവാക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊടുത്ത് ശേഷമേ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് തരുള്ളൂ. അത് തരാൻ അവർ തയ്യാറല്ല എന്നല്ല വിഷയം. ചില കടലാസുകൾ ഈ സർക്കാർ കൊടുത്തിട്ടില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. അത് കൊടുത്ത ശേഷം കിട്ടണം. എനിക്ക് എല്ലാ ഡീറ്റെയിലും അറിയില്ല. ചില കാര്യങ്ങൾ എല്ലാറ്റിലും ഞാൻ എക്സ്പെർട്ടീസ് പറയുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾക്ക് അവകാശമുള്ളത് നമുക്ക് കിട്ടണം കേന്ദ്രത്തിൽ നിന്ന്. അതാണ് കാരണം. അവസാനം നമ്മളെല്ലാവരും ഭാരതീയ പൗരന്മാരാണ്. നമ്മൾ ഭാരതീയ ടാക്സ് കൊടുക്കുന്നുണ്ട്. ആ ടാക്സ് പണമല്ലേ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നത്. അതിന് അവകാശം നമ്മൾ എടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ക്ലോസുകൾ എന്താണ് തർക്കം എന്ന് മനസ്സിലാവണം. ഓരോരോ കേസ് പ്രകാരമായിരിക്കും നമ്മൾ ഇന്നൊരു തീസിസ് നടത്താനുള്ള സമയങ്ങൾ. അതിൻ്റെ ഞാൻ പറഞ്ഞു, സ്പഷ്ടമായിട്ട് പറഞ്ഞ എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. ഞാൻ കാണുന്നത്, ഞാൻ കുറേ വർഷങ്ങളായി ഭാരതീയ രാഷ്ട്രീയത്തെക്കുറിച്ച് എഴുതുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കാണുന്നത് കൂടുതലൊരു പേഴ്സണലൈസേഷൻ ഓഫ് പോളിറ്റിക്സ് സംഭവിച്ചത്. ഇത് എവിടെ പോയാലും ഏത് പാർട്ടിയുടെ അകത്തും ഒരു മുഖമാണ്. ആ മുഖത്തിൻ്റെ പേരിലാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ പോകുന്നത്. അത് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലോ, മമതാ ബാനർജി ബംഗാളിലോ, തേജസ്വി യാദവ് ബീഹാറിലോ, അല്ലെങ്കിൽ സ്റ്റാലിൻ കുടുംബം ഇപ്പോൾ തമിഴ്നാടിലോ, എല്ലാവർക്കും അറിയാം ജയിച്ചാൽ ആരാ ഭരിക്കാൻ പോകുന്നത്. അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ശക്തി ആവാം. നമുക്ക് അങ്ങനെ ഒരു ആവശ്യമില്ലാണ്. പക്ഷേ ജനങ്ങളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൽ നമ്മൾക്ക് കുറച്ചുകൂടി ഒരു സ്പഷ്ടമായ ഒരു മെസ്സേജ് കൊടുക്കാൻ സാധിച്ചാൽ അത് നന്നായിരിക്കുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ അത് നേതൃത്വം തീരുമാനിക്കട്ടെ. ഇത് എൻ്റെ സ്ഥാനമല്ല തീരുമാനിക്കും. ഇല്ല, ഇപ്പം ഞാൻ എല്ലാവരും നമ്മുടെ സമൂഹത്തിൽ ഞാൻ വിമർശിച്ചു. എൻ്റെ ആർട്ടിക്കിൾ ആരും വായിച്ചിട്ടതാ പ്രശ്നം. ഞാൻ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് എന്താണ്, നമ്മുടെ സമൂഹത്തിൽ സ്വഭാവം ഇതാണ്. ഒരു പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുടുംബത്തിനകത്ത് ആ പ്രൊഫഷൻ തന്നെ നേരിട്ട് പോകുന്നു. ഒരു ആക്ടറിൻ്റെ മകൻ ആക്ടറാവുന്നു, ക്രിക്കറ്ററിൻ്റെ മകൻ ക്രിക്കറ്ററാവുന്നു, ഡെൻറ്റിസ്റ്റിൻ്റെ മകൻ ഡെൻറ്റിസ്റ്റ് ആവുന്നു. അതുപോലെ രാഷ്ട്രീയക്കാരുടെ മക്കളും രാഷ്ട്രീയക്കാരാവുന്നു. പക്ഷെ അത് ജനാധിപത്യത്തിൽ നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് നന്നല്ല. കാരണം ജനാധിപത്യത്തിൽ നമുക്ക് ജനങ്ങളുടെ പ്രതിനിധിത്വം കൊടുക്കാൻ ഒരു കുടുംബത്തിന് അവസാനത്തിൽ അവർക്ക് അവകാശത്തിൽ തന്നെ ഇരുന്നാൽ അവർക്ക് ഒരു ദൂരം വരും ജനങ്ങളുടെ. ആ ദൂരം വന്നിട്ടില്ലെങ്കിൽ അവർ വീണ്ടും ജയിക്കും. പക്ഷെ അല്ലെങ്കിൽ തോൽവിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ദൂരം ജനങ്ങളിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നടക്കാനും ജനങ്ങളുടെ ഒപ്പം അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ ആശങ്കയും മനസ്സിലാക്കി സംസാരിക്കാൻ സാധിക്കുന്ന നേതാക്കളെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ജനാധിപത്യത്തിൽ ഗുണം ചെയ്യുന്നു പറഞ്ഞതാണ്. അതിനെ ഒരു കുടുംബത്തിനെക്കുറിച്ച് മാത്രമാക്കിയത് അന്യായമാണ്. കാരണം ഒരു കുടുംബത്തെക്കുറിച്ച് മാത്രമല്ല എഴുതിയിരിക്കുന്നത്. ആ പേരുകൾ മാത്രം നോക്കിയാൽ തന്നെ 10-20 കുടുംബത്തിന് പേര് വെച്ചിട്ടുണ്ട്. ഞാൻ ഠാക്കറെ ബോംബെ മുതൽ യാദവ് UP വരെ എല്ലാവരും പേര് വെച്ചിട്ടുണ്ട്. അല്ല, രാഹുൽ ഗാന്ധിയെ എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധിയുടെ പ്രസിദ്ധപ്പെട്ട പ്രസംഗമുണ്ട് ബർക്ലിയിൽ 2017. ഈ ഡൈനസ്റ്റി സിസ്റ്റം മോശമാണ് നമ്മുടെ ജനാധിപത്യത്തിൽ. അപ്പോൾ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യം ഞാൻ എന്തെങ്കിലും തർക്കിക്കണം?
നോക്കൂ, ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചു, മറുപടി പറഞ്ഞു. ഇനി അത് വിടുക. ഇനി നിങ്ങൾ തീരുമാനം. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇതിൽ പോലീസ് അന്വേഷണം നടക്കട്ടെ. അവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞല്ലോ, അവരതിന് ചെയ്യുന്നുണ്ട്. FIR ഒക്കെ അവർ ഇറക്കിയിട്ടുണ്ട്. നിയമപ്രകാരവും ന്യായപ്രകാരവും ഒരു പരിഹാരം വരട്ടെ. അതുവരെ ഞാൻ വേറെ ഒരു കോമെൻറ്റിനും ഇറങ്ങുന്നില്ല. അല്ല, ഞാനിപ്പോൾ ഇറങ്ങുന്നില്ല ഈ കാര്യത്തിൽ. ഒരു കോമെൻറ്റിനും ആവശ്യമില്ല. കാരണം പോലീസിൻ്റെ ചുമതലയാണ്, പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. അവർ ജോലി ചെയ്യട്ടെ. അല്ല, നോക്കൂ, ചിലപ്പോൾ നമ്മളുടെ രാഷ്ട്രീയത്തിൽ ഒരു ആരോപണം വന്നാൽ ചിലവർ ആരോപണത്തിനെ ഒഴിവാക്കുന്നവരെ പിന്നെ തുടരും, ചിലവർ രാജിവെക്കും. അതാ വ്യക്തിയുടെ മനസാക്ഷി പോലെ തന്നെ ആയിരിക്കും. ഇനി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കാരണം എനിക്ക് ഈ രാഷ്ട്രീയ വിവാദത്തിൽ കിടക്കാൻ ഒരു ആഗ്രഹവുമില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു പാർട്ടിയുടെ അകത്ത് ഞാനൊരു സ്റ്റാൻഡൊന്നും എടുക്കുന്നില്ല. പാർട്ടി സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അതോടെ ഞാനും ആ സബ്ജക്റ്റ് വിടുന്നു. ഞാൻ ഒരു രാഷ്ട്രീയ ജോലി ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യം കുറവില്ല. ഞാനൊരു MP അല്ലേ, ആ ജോലി ചെയ്യട്ടെ. അല്ല, രാഷ്ട്രീയത്തിൽ തുടരാൻ തന്നെ ഞാൻ ഇരിക്കുന്നത്, അല്ലേ ഞാൻ വന്നിരിക്കുന്നത്. കാണാം.